ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് ചോദിക്കുന്ന അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അഥവാ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. സോ രണ്ടെണ്ണമാണ് ഉള്ളത്, ഒന്ന് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും മറ്റൊന്ന് ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും. ആ ചിത്രം നമുക്ക് വേഗം ഒന്ന് എന്ത് ചെയ്യുക, വരച്ചു നോക്കുക. കാരണം നാളത്തെ പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പഠിക്കാൻ പോകുന്നത് ഒക്ടാഹെഡ്രലിലാണ് എന്ത് ചെയ്യുന്നത്, വരക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ എന്ത് ചെയ്യുക, ഒരു വര വരക്കുക. അവിടെ എന്ത് എഴുതി കൊടുക്കുക, എനർജി എന്ന് എഴുതുക. എന്ത് ചെയ്താ, എനർജി. സോ ഇവിടെ എന്ത് ചെയ്യുക, താഴത്തൊരു 5 വര ഇങ്ങനെ വരക്കുക. ഇതെന്താടാ, ഫ്രീ മെറ്റൽ അയോണാ. ഏതാ, ഫ്രീ മെറ്റൽ അയോണാണ്. ഇതെന്ത് ചെയ്യും, എനർജി കൂടും. അപ്പൊ എന്താവും, ആവറേജ് എനർജി ഉള്ള 5 ഓർബിറ്റൽ ആയിട്ട് എന്ത് ചെയ്യും, മാറും. ഇത് ഈ സ്റ്റേജിന് എന്ത് വിളിക്കും, ആവറേജ് എനർജി ഓർബിറ്റൽ എന്ന് വിളിക്കും. ആവറേജ് എനർജി ഓർബിറ്റൽ എന്ന് വിളിക്കും. എടാ, ഇനിയാണ് ഇതെന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് ഇതെന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇതെന്ത് ചെയ്യും, രണ്ടായിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അടിയിൽ ആദ്യം എന്ത്, 3 എണ്ണം, മുകളിലോട്ടോ 2 എണ്ണം. ഈ ഒരു ഇതിനെ നമ്മൾ T2G എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EG. ഏതാണ്, EG. എടാ, T2Gയിൽ അടങ്ങിയിരിക്കുക ഏതായിരിക്കും, DXY, DYZ, DZX. എന്നാൽ EGയിൽ അടങ്ങിയിട്ടുള്ളതോ, EGയിലോ DX² - Y² ആൻഡ് DZ². ഓക്കെ ആണോ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? സോ ഇനി ഇവിടെ ചെറിയൊരു കാര്യം കൂടി അടയാളപ്പെടുത്തിയാൽ എന്തായി, ഇത് കംപ്ലീറ്റ് ആയി. സോ ഇവിടെ നോക്ക്, ഈ ഒരു എനർജി ഗ്യാപ്പ് ഇല്ലേ, അത് എത്രയായിരിക്കും, 2/5 ഡെൽറ്റ ഒ ആയിരിക്കും. എന്നാൽ ഈ ഒരു എനർജി ഗ്യാപ്പ് എന്തായിരിക്കും, അപ്പം 3/5 ഡെൽറ്റ ഒ ആയിരിക്കും. തെറ്റിക്കരുത്. കാരണം എന്താ, അടിയിൽ 3 ആൾക്കാരുണ്ട്. അപ്പൊ സാർ 3/5 അല്ലേ, തെറ്റിക്കരുത്. ഓക്കെ ആണോ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി ഓക്കെ ആണോ? സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെട്രാഹെഡ്രൽ ഫീൽഡാ. ഏതാ, ടെട്രാഹെഡ്രൽ. സംഭവം സെയിമാ. ഇവിടെ എനർജി ഉണ്ടാകും, ഇവിടെ ഫ്രീ മെറ്റൽ അതെന്ത് ചെയ്യും, ആവറേജ് എനർജി ഉള്ള 5 ഓർബിറ്റൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് വീണ്ടും എന്ത് ചെയ്യും, 2 സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മാറ്റം വരും. ഇവിടെ താഴ്ത്ത് വരിക. നേരത്തെ ഇവിടെ വന്നിരുന്ന ഏതാ, T2J. എന്നാൽ ഇവിടേക്ക് വരുമ്പോ അത് ഏതായിട്ട് മാറൂടാ, ഇവിടേക്ക് വരുമ്പോ അത് ഏതായിട്ട് മാറും, EG ആയിട്ട് മാറും. ഒക്ടാഹെഡ്രലില് താഴത്തെ T2G ആയിരുന്നു, എന്നാൽ ടെട്രാഹെഡ്രലിൽ താഴത്തെ ആരാ, EG ആ. അപ്പൊ മുകളിൽ ആരാ, T2G. സോ ഇതിന്റെ എനർജി ഗ്യാപ്പ് നമ്മൾ വരക്കുന്നു. അപ്പൊ മുകളിൽ എന്താകും, 2/5 ഡെൽറ്റ ഒ ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും, 3/5 ഡെൽറ്റ ഒ ആയിരിക്കും. 2 ഫിഗറും ഒന്ന് എടുത്തു വെച്ചോ. ഇവിടെ കേറ്റിക്കോ ചോദിക്കും നാളത്തെ ചോദ്യ പേപ്പറിൽ. ഈ 3 ഷോർട്ട് വീഡിയോയിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്താണ്, ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നിർബന്ധമായിട്ടും നെയിമിങ് എന്ത് ചെയ്യണം, പഠിക്കണം മക്കളെ. നെയിമിങ് പഠിച്ചിരിക്കണം. നെയിമിങ് ഒരു ചോദ്യം ഉറപ്പാ. ഓക്കെ. സോ കോർഡിനേഷൻ കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 3 നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാണാത്തവര് ഇതിനു മുമ്പ് ഇട്ട 2 വീഡിയോസ് എന്ത് ചെയ്യുക, കാണാം. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.